കണ്ണൂർ വിഷൻ നേർരേഖയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നേർരേഖ എപ്പിസോഡിൽ ഓണക്കാല വിപണിയാണ് ചർച്ച ചെയ്യുന്നത്. ഈ ഓണക്കാല വിപണി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാൽനൂറ്റാണ്ട് മുമ്പ് ഉള്ള ഒരു കാലത്തെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. എന്തായിരിക്കും അന്ന് ഓണക്കാല വിപണി? നമ്മുടെ നാട്ടും പ്രദേശത്തുള്ള അനാദി പീഡിയയിൽ നിന്ന് അനാദി സാധനങ്ങളൊക്കെ വാങ്ങി വർഷത്തിൽ 1-2 തവണ വസ്ത്രമെടുക്കാൻ നഗരത്തിലേക്ക് പോകുന്ന ഒരു കാലം. പൂക്കൾ പറിക്കാൻ വീട്ടിൻ്റെ തൊടിയിലും എല്ലാം നടക്കുന്നു. അനാദി സാധനങ്ങൾ വാങ്ങാൻ ചിലപ്പോൾ അച്ഛനായിരിക്കും പോവുക. അച്ഛൻ പോയി തൊട്ടടുത്ത അനാദിപ്പീടിയിൽ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ തലേന്ന് വാങ്ങി വരുന്നു. അങ്ങനെ സദ്യ ഒരുക്കുന്ന ഒരു കാലം. വസ്ത്രം വാങ്ങാൻ അന്ന് വർഷത്തിൽ 1-2 തവണ നമുക്ക് വസ്ത്രമൊക്കെ കിട്ടുന്ന കാലം. 25-30 അല്ലെങ്കിൽ വർഷം മുമ്പ് അങ്ങനെയാണ്. അപ്പോൾ വസ്ത്രം വാങ്ങാനായിരിക്കും ചിലപ്പോൾ നഗരത്തിലേക്ക് പോകാം. പിന്നെ പ്രധാനപ്പെട്ട ഒന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങലാണ്. ഇതൊക്കെ എല്ലാ കാലത്തും ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓണക്കാലത്ത് ഒരു പ്രധാന വിപണിയാണ്. പിന്നെ പലവ്യഞ്ജനങ്ങൾ സാധാരണ പോലെ കുറച്ചുകൂടി സമൃദ്ധമായി ആളുകൾ സാധനം വാങ്ങുന്ന ഒരു കാലം. ആ കാലവും ഇന്നത്തെ കാലവും എങ്ങനെ എന്ന് നമുക്കൊന്ന് നോക്കാം. വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള 3 പേരാണ് ഇവിടെ വടക്കേ മലബാറിലെ പ്രമുഖ ബ്രാൻഡുകളിൽ നിന്ന് 3 പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമാസ്കോ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടറും കൂത്തുപറമ്പ് നഗരത്തിൽ ആദ്യമായി ഒരു ഹൈപ്പർ മാർക്കറ്റ് ജനകീയ പങ്കാളിത്തത്തോട് തുടങ്ങിയ നാബ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായ നൗഫൽ നമാസ്കോ നമ്മോടൊപ്പം ചേരുന്നു. പിന്നെ മലബാറിൻ്റെ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക നിക്ഷാനാണ്. നിക്ഷാൻ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ മുന്നിലേക്ക് വരാൻ നിക്ഷാൻ മൊയ്തുവിൻ്റെ ചിരിച്ച മുഖമാണ്. നിക്ഷാനിൽ നിന്ന് മൊയ്തുവിൻ്റെ പ്രതിനിധിയായി ഇവിടെ എത്തിയിട്ടുള്ളത് റിസ റമിനാണ്. പിന്നെ വസ്ത്ര വിപണന രംഗത്ത് മലബാറിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ സാന്നിധ്യം ലുലു തന്നെയാണ്. കണ്ണൂരിലും തലശ്ശേരിയിലും ലുലു ഗ്രൂപ്പിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് TV രാധയാണ്. 3 പേർക്കും നേർരേഖയിലേക്ക് സ്വാഗതം. നമുക്കാദ്യം നൗഫലിൽ നിന്ന് തുടങ്ങാം. നൗഫൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ വിപണന രംഗം, ഓണക്കാലമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല നിങ്ങളുടെ ചെറുപ്പകാലത്ത്. അന്നൊക്കെ ഈ ഓണക്കാലത്ത് ഈ സാധന സാമഗ്രികൾ വാങ്ങുക, വസ്ത്രം വാങ്ങുക, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുക, അതിൻ്റെ ട്രെൻഡ് എന്തായിരുന്നു? എൻ്റെ ഓർമ്മയുള്ള ഓണക്കാലം എന്ന് ഞാൻ ഓർക്കുന്നത് മിക്കവാറും നമ്മൾ തൊട്ടടുത്തുള്ള പലചരക്ക് കടയെ ആശ്രയിച്ചുകൊണ്ട് ഒരു പക്ഷേ ഓണം വരുന്നതിൻ്റെ 2 ആഴ്ച മുമ്പൊക്കെ നമുക്ക് ഇന്ന സാധനങ്ങൾ ഇത്ര ക്വാണ്ടിറ്റി വേണമെന്നൊക്കെ പറഞ്ഞ് ബുക്ക് ചെയ്ത് ആ കടക്കാരൻ, അത് നമ്മൾ ഇസ്മായിൽ കയറിക്കാൻ ചിലപ്പോൾ നമ്മുടെ രാധാകൃഷ്ണനായിരിക്കാം, ആരാണെങ്കിലും ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ശേഖരിച്ച് വെച്ച് ആളുകളെ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ പിന്നെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. കാരണം എല്ലാ സാധനവും എന്നാലും കിട്ടൂല. കുറച്ചൊക്കെ നമ്മൾ പിന്നെയും നമ്മുടെ അടുത്ത പ്രദേശം ടൗൺ ആയിട്ടുള്ള കൂത്തുപറമ്പിലൊക്കെ പോയി, അല്ല അതിനും കഴിഞ്ഞാൽ പിന്നെ തലശ്ശേരി പോയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്യേണ്ടി വരും, അനാദി ഉൾപ്പെടെ. അപ്പോഴേ നമ്മുടെ ഓണം കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മുടെ അയൽപക്കത്തിലെ ആളുകളൊക്കെ നമ്മൾ ഈ ഓണം ആഘോഷത്തിന്റെ ഭാഗമായി കൂടി ചേരലുകളും ഇതൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഇങ്ങനെയാണ് പരസ്പരം കൈമാറിക്കൊണ്ടിരുന്നത്. ഈ പച്ചക്കറികളൊക്കെ നമ്മൾ എവിടെ നിന്നാണ് സംഘടിപ്പിച്ചിരുന്നത് ശരിക്കും ആ കാലത്തൊക്കെ? ആ കാലഘട്ടത്തിൽ അന്ന് പച്ചക്കറി പറഞ്ഞ പോലെ നമ്മൾ മുൻകൂട്ടി പറയലാണ്. അത് വയനാട്ടിൽ നിന്നും കൊടകിൽ നിന്നൊക്കെയാണെന്ന് അവർ വരുത്തിക്കുന്ന കാണല്. കാരണം ബൾക്ക് ക്വാണ്ടിറ്റി അവർക്കൊരു ഓണത്തിന്റെ ആഘോഷ ഭാഗമായിട്ട് അവർക്കും ഒരു വലിയൊരു കച്ചവടം നടക്കുന്ന ഒരു സന്ദർഭമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ അവർ അത് ഒരു പ്രദേശത്ത് ഇപ്പോൾ ഒരു 10-25-30 വീടുകളുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഇത്ര ക്വാണ്ടിറ്റി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വയനാട്ടിൽ നിന്ന് കൊടുക്കുന്നൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു പരിപാടി ഓണക്കാലത്ത് കണ്ടുവരുന്നത്. അങ്ങനെയാണ് കൊണ്ടുവന്നിരുന്നത്. അതിന്റെ ഓർമ്മകളാണ് അതോടെ നിൽക്കട്ടെ. നമുക്ക് റിസയോടൊന്ന് ചോദിക്കാം. റിസ റമീൻ ഒരു വെറൈറ്റി പേരാണല്ലോ, റിസ റമീൻ. സെഡാണോ, റിസാണോ, എസ് ആണോ? റിസ റമീൻ. ഓക്കെ, റിസ റമീൻ എത്ര കാലമായി ഈ ഇലക്ട്രോണിക് വിപണനം? 30 വർഷം. 96 മുതൽ ഞാൻ നിക്ഷാൻ. ഈ 30 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ബ്രാൻഡുകൾ ഓർമ്മയുണ്ടോ? 90s പറയുകയാണെങ്കിൽ വീഡിയോകോൺ. ഞങ്ങളുടെ മനസ്സിലെ ഒരു വാഷിംഗ് മെഷീൻ ഒരു കസ്റ്റമറുടെ മനസ്സിൽ ആദ്യം ഓടിയ വീഡിയോകോൺ വാഷിംഗ് മെഷീൻ എന്നുള്ള ഒരു വീഡിയോകോൺ, ഒലീഡ, കാൽട്രോൺ, ഏർലി 90s ഡയനോറ. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇപ്പൊ സോളിഡ് പ്രൊഡക്ട്സ് ആയിരുന്നു. ഭയങ്കര മാസ് റേഞ്ചുള്ള പ്രൊഡക്ട്സ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ആ കാലത്ത് ആ ബ്രാൻഡുകളൊക്കെ ജനങ്ങൾ അന്ന് വാങ്ങുന്നതിന്, അന്നൊക്കെ ഒരു TV വാങ്ങിയാൽ 25 വർഷത്തേക്ക് ഒരു TV മതി. ആ കാലത്ത് അങ്ങനെയൊക്കെയല്ലേ ജനങ്ങൾ? അന്നത്തെ ഈ പർച്ചേസിങ്ങിന്റെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു? ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. അന്നത്തെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഒരു വാണ്ടാണ്. നമ്മളൊരു വാണ്ടിന്റെ നീഡിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്.
കഴിഞ്ഞ 3 വർഷം എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? വാണ്ടിന്റെ പ്രത്യേകത വാണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഒരു കസ്റ്റമർക്ക് ഒരു പ്രൊഡക്റ്റ് വേണം. ഈ പ്രൊഡക്റ്റ് വേണം എന്ന് പറയുമ്പോൾ ഇതൊരു ജനകീയമായിട്ടാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ ഒരു വീട്ടിലേക്ക് ഒരു പ്രൊഡക്റ്റ് വേണമെങ്കിൽ ആ നാട്ടിലുള്ള ഒരു മുതിർന്ന ഒരാൾ കൂടെ വന്ന് ഈ വ്യക്തി ആ മുതിർന്ന ഒരാളോട് പറയും, നാട്ടിൻ പുറത്തുള്ള ഇവര് കമ്പൈൻ ആയിട്ട് ഒരു ഫാമിലി മൊത്തം വരുന്നതിന്റെ കൂടെ നാട്ടിലുള്ള ഒരു പ്രമാണി മീൻസ് ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരാൾ കൂടെ വന്ന് ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞ് ആ വാങ്ങിപ്പോയ ഒരു മനോഹരമായ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഈ മുതിർന്ന ആള് ഇതാണ് നമ്മൾ എടുക്കേണ്ട പ്രൊഡക്റ്റ്. ഇയാളാണ് വന്ന് നമ്മളെ കൗണ്ടറിൽ വരുന്നു. അദ്ദേഹം ടിവിയെ കുറിച്ച് സംസാരിക്കുന്നു. പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള നോളജ് കുറവായിരുന്നു ആ കാലത്ത്. അപ്പൊ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോഴും. ഓക്കെ, ഇതെന്താ ചെയ്യുന്ന ഇവർ വന്ന ഒരു പ്രൊഡക്റ്റ് നോക്കുന്നു, കാണിക്കുന്നു, ഒരു ആഘോഷമായി അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഒരു നല്ലൊരു രീതിയിലായിരുന്നു അന്ന്. ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു. അത് ആ കാലത്ത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങിയിരുന്ന പ്രൊഡക്റ്റ് ഏതാണ്? ടി വി ആണോ, ഫ്രിഡ്ജ് ആണോ, AC ആണോ, ഏതായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ? ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഒരു 30 വർഷം മുമ്പുള്ള എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടായത് TV ആണ്. TV പ്ലസ് ഫ്രിഡ്ജ്. ടിവിയുടെ തൊട്ട് താഴെ ഫ്രിഡ്ജ്. TV ആണ് ഏറ്റവും ബെസ്റ്റ്. അന്നത്തെ TV എത്ര ഇഞ്ചായിരുന്നു തുടക്കം? 14 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 15 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അന്ന് ഭയങ്കര അതിശയായിരുന്നല്ലോ, ഒരു പെട്ടിക്കകത്ത് ഫുട്ബോൾ കളിക്കുന്നതിന് പറഞ്ഞിട്ടുള്ള കാണുമ്പോൾ ആ ഒരു അതിശയത്തിൽ വന്ന് പണ്ട് കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രൊഡക്റ്റ് അതാണ്. ഈ 14 ഇഞ്ച് TV ഒക്കെ വാങ്ങുന്ന ചെറിയ വീട്ടുകാർ മുതൽ എത്ര ഇഞ്ച് വരെ അന്ന് ഉണ്ടായിരുന്നു? ഇന്ന് നമ്മളെ ഇഞ്ച് കണക്കാക്കാൻ പറ്റില്ല. അന്നത്തെ ഏറ്റവും വലിയ സ്ക്രീൻ എത്രയായിരുന്നു? 29 വരെ ഉണ്ടായിരുന്നു. അത് വളരെ റയറാണ്. കാരണം അന്ന് ഞാൻ പറഞ്ഞല്ലോ, വാണ്ട് എന്ന് പറയുന്നത് ഒരു 14 മുതൽ 20 ഇഞ്ച് വരെയുള്ള പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. ഇന്നത്തേക്ക് വരുന്നതാണ് ഇല്ല, സാധനമൊന്നും ഇല്ലല്ലോ രംഗത്ത്. ഈ അന്നത്തെ കാലത്ത് ഏറ്റവും ജനകീയമായ ബ്രാൻഡ് ഏതായിരുന്നു? ടിവിയിൽ ഒനീഡ ഉണ്ടായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു ആ സാധനം. അത് കഴിഞ്ഞ് ഈ സോളിഡേറൊക്കെ നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് ആണല്ലോ, ഒരു മലയാളിയാണല്ലോ, തലശ്ശേരിക്കാരൻ. പുള്ളിയുടെ പ്രൊഡക്റ്റ് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യ പിതാവ്. അതൊന്നും ഒരു രക്ഷയില്ലാത്ത സെയിലായിരുന്നു. എനിക്ക് പറയാ BPL ഒക്കെ ഒന്നാമതായിട്ട് നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പല കാരണം കൊണ്ടും അവർ ഔട്ടായി പോയി. നമ്മൾ സ്വന്തം ബ്രാൻഡ് ആയിരുന്നല്ലോ കെൽട്രോ. കണ്ണൂരാണല്ലോ അല്ലെ? കെൽട്രോന്റെ ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയായിരുന്നു? കെൽട്രോണ്ട് എന്ന് പറഞ്ഞാൽ അത് അവര് ഇതിനൊത്തും മാറിയില്ല എന്നുള്ളത്. ഞങ്ങളെ കാലത്തിനൊത്തും മാറണ്ടേ, അത് മാറിയില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയിലെല്ലാം ഭയങ്കരമായിട്ട് സെയിൽ ചെയ്തു. ഈ ഡയനോര സോളിഡെയർ ഈ ബ്രാൻഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ എവിടുന്നാണ് വന്നിരുന്നത്? ഡയനോര അതൊക്കെ ഡയനോരയുടെ കാലഘട്ടത്തിൽ പറഞ്ഞോ, കുഴപ്പമില്ല. ഇല്ല, ഡയനോരയ്ക്ക് ശേഷമാണ് നിങ്ങൾ വരുന്നത്. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. രാധ, എങ്ങനെ ഉണ്ടായിരുന്നു താങ്കളുടെ ആദ്യകാല അനുഭവങ്ങൾ? ഈ വസ്ത്രം വാങ്ങാൻ വരുന്നവരുടെ ഒരു മനസ്സ്, ഇപ്പം ഇവര് പറഞ്ഞത് പലവ്യഞ്ജനങ്ങൾ വാങ്ങാൻ വരുന്നവരുടെ ഒരു മനസ്സ് പറഞ്ഞു. നാട്ടുകാർ ഒന്നിച്ച് സാധനങ്ങൾ കുടക് തൊട്ടടുത്തായിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങി വരും. അനാദി സാധനങ്ങൾക്ക് നേരത്തെ ലിസ്റ്റ് കൊടുക്കണം. ഇന്നത്തെ പോലെ സാധനം കൊണ്ട് ഡംപ് ചെയ്തൊന്നും നടക്കില്ല. കാരണം ഈ ചെറിയ കച്ചവടക്കാരുടെ കയ്യിൽ അത്രയും പണം ഉണ്ടാവും. നിങ്ങളുടെ തുടക്കകാലത്തൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്തിരുന്നത് ഈ ഡ്രസ്സ് എടുക്കാൻ വരുന്നവരുടെ ഒരു മനസ്സ്? സത്യം പറഞ്ഞാൽ ഡ്രസ്സ് എടുക്കാൻ വരുന്നവരെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഓണം എന്ന് പറയുന്നവർക്ക് ഒരു വേർഡ് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഡ്രസ്സ് എന്നുള്ളത് ഒരു വികാരമാണ് ആക്ച്വലി. അതായത് ഏതൊരാൾക്കാർ ഓണത്തിന് ഓണക്കോടി ഉടുക്കുക, അത് ഓണത്തിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് തന്നെ അതുപോലെയാണ്. കാരണം എന്ന് വെച്ചാൽ ഓണത്തിന് മഹാബലി വരുന്ന സമയത്ത് പുതിയ വസ്ത്രം ധരിച്ച് അവരെ വരവേൽക്കുക. പ്രജകൾ ഒരുപോലെ പുതിയ വസ്ത്രം ഓണക്കോടി ഉടുത്ത് മഹാബലിയെ വരവേൽക്കുക എന്നുള്ളൊരു ഐതിഹ്യമാണ് ഈ പുതിയ ഡ്രസ്സ് എടുക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക്. അപ്പോൾ പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലം എന്ന് പറഞ്ഞാൽ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള പറയുന്നത് പോലെ തന്നെ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിക്കുക എന്നുള്ളത് അന്നത്തെ കാലം തൊട്ട് പണ്ട് തൊട്ടേ ഉള്ള ഒരു നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വർഷത്തിലൊരിക്കലാണ് ഒരു ഡ്രസ്സ് കിട്ടുക.
ആ ഒരു വർഷം ഓണം അല്ലെങ്കിൽ നല്ലൊരു നാൾ വരുമ്പോൾ അന്ന് ഒരു പുതിയ ഡ്രസ്സ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമാണ്. എന്തായിരുന്നു ചെറുപ്പകാലത്ത് കിട്ടിയിരുന്ന ഡ്രസ്സുകളുടെ ഒരു ഓർമ്മ? ചെറുപ്പകാലത്ത് കിട്ടിയിരുന്ന ഡ്രസ്സിൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ അന്ന് സത്യം പറഞ്ഞാൽ പാവാടയും ബ്ലൗസ്, അത് ഒരു മുട്ടുവരെ എത്തുന്ന പാവാട ഒരു ബ്ലൗസ്, അതല്ലെങ്കിൽ നീളം കൂടിയ പാവാട അതിൻ്റെ ഒരു ബ്ലൗസ്, അത് മിക്കവാറും തുണി ക്ലോത്തിൻ്റെ രൂപത്തിലായിരിക്കും. റെഡിമെയ്ഡ്സിനേക്കാളും ക്ലോത്ത് കിട്ടുക, അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക, അതിൽ കിട്ടുന്ന ഒരു സന്തോഷം. അതെ അതെ, നാട്ടിനടുത്തുള്ള സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെ കയ്യിൽ കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം. ഷർട്ടും മുണ്ടുമാണ് പ്രധാനമായിട്ടും. അതെ, ആ ഒരു അനുഭവമാണ് അത് എന്ന് പറഞ്ഞാൽ ആ വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ആ ഒരു അനുഭവം ഒരു പ്രത്യേകതയാണ്. അതെന്ന് പറഞ്ഞാൽ ആ ഒരു മെമ്മറീസ് എന്നൊക്കെ പറയുന്നത്. ഏത് കടകളിലാണ് പോരാതെ ഓർമ്മയിൽ പോകുന്ന കടകൾ ഏതാണ്? ഞാൻ കൂത്തുപറമ്പാണ്. അപ്പൊ കൂത്തുപറമ്പിൽ അടുത്തായിട്ട് തന്നെ ചെറിയ ചെറിയ കടകളുണ്ട്. അച്ഛന് പ്രിയപ്പെട്ട കടകളുണ്ട്, എന്താ പുഷ്പ വസ്ത്രാലയം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ചെറിയ അതൊക്കെയാണ്. ആ ഒരു സമയത്ത് അത് സ്റ്റിച്ച് ചെയ്ത് തരുമ്പോ നമ്മള് സിസ്റ്റേഴ്സിനും ബ്രദറിനും എല്ലാം ഒരേപോലെ, മിക്കവാറും സിസ്റ്റേഴ്സിനും നമുക്ക് ഒരേ കളേഴ്സ് എല്ലാം കൊണ്ടുവരിക. അപ്പൊ അത് ഒരു സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന സന്തോഷമാണ്. അതെന്ന് പറഞ്ഞാൽ അത്രയും വാല്യുബിൾ ആയിരുന്നു, നിർവചിക്കാൻ പറ്റില്ല. കാരണം ഇല്ല ഇല്ല, എന്ത് വന്നാലും ആ ഒരു സമയത്ത് അച്ഛൻ ഡ്രസ്സ് വാങ്ങിത്തരും. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മള് ഒരു വർഷത്തിലെ കാത്തിരിപ്പ് എന്ന് തന്നെ പറയാൻ പറ്റും. ഇന്നത്തെ അതുപോലെ അല്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് കുട്ടികൾക്ക് പുതിയ വസ്ത്രം എന്നുള്ളത് ഒരു പുതുമയല്ലാണ്ടായി. ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, പണ്ട് ഈ TV എടുക്കാൻ വരുമ്പോൾ ഇന്നത്തെ പോലെ ബാങ്കുകൾ ഇങ്ങനെ ലോൺ കൊടുക്കാനൊന്നും കാത്തിരിക്കില്ലല്ലോ. ഈ എണ്ണി ചുട്ട അപ്പം പോലെ ചേർത്ത് വരുന്ന ഒരാൾ തൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് താൻ ആഗ്രഹിച്ച TV വാങ്ങാൻ പറ്റാതെ സങ്കടപ്പെടുന്ന രംഗങ്ങളൊക്കെ മനസ്സിലുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ മനുഷ്യർ. ഇപ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് സ്വരൂപിച്ചിട്ടായിരിക്കും വരിക. ഒരു വർഷം മുഴുവൻ സ്വരൂപിച്ചിട്ട് ഒരു TV വാങ്ങാൻ പറ്റുക, ഒരു 15, 16 ഇഞ്ചോ അല്ലെങ്കിൽ 14 ഇഞ്ചോ 20 ഇഞ്ചോ TV. അങ്ങനെയുള്ള അനുഭവം എങ്ങനെയാണ് മനസ്സിലായത്? പ്രശസ്തമായ ചോദ്യം. കാരണം ഒരാളിങ്ങനെ കൂട്ടി വെച്ച്, ഞാൻ പറഞ്ഞില്ല, വാണ്ടില് ആഗ്രഹത്തിന്റെ പുറത്ത് കൂട്ടി വെച്ച് അദ്ദേഹം ഒരു പണം കണ്ടെത്തി ഞങ്ങൾക്ക് വരുന്നു. നമ്മളൊരു പ്രൊഡക്റ്റ് കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമായി, പക്ഷെ അതിലേക്ക് പോകാൻ പറ്റാതെ വിഷമിച്ച സന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പ്രൈവറ്റ് ബാങ്ക് അവർക്ക് ഞങ്ങളൊരു പ്രൈവറ്റ് ഫിനാൻസ് ചെയ്തു. അവർക്ക് ഒരു ചെക്ക് വാങ്ങി പ്രൊഡക്റ്റ് കൊടുക്കും. കാരണം മൊത്തമായി കൊടുക്കാതെ അവരുടെ പൈസ വാങ്ങി ഒന്നോ രണ്ടോ ചെക്ക് വാങ്ങി പ്രൊഡക്റ്റ് കൊടുക്കാന്നുള്ള ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അയാളെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഏതെങ്കിലും ഓർമ്മയുണ്ടോ? സങ്കടപ്പെട്ടു പോയ ചില കേസുകൾ കുട്ടികൾ, നിങ്ങൾ ഈ പറയുന്നത് ഒരു യൂണിറ്റ് ആണ് വരിക. ഒരു ദേശത്ത് നിന്ന് ചിലപ്പം ഒരു TV എടുക്കാൻ 10-15 ആൾ വന്നിട്ടാണ് ഇതെല്ലാം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അവര് ഒരു ഇഷ്ടപ്പെട്ട് 21 ഇഷ്ടപ്പെട്ട് അത് പോകാൻ പറ്റാതെ മറ്റേ താഴേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കുറച്ച് റിസ്ക് ആണത്, ഞങ്ങൾ പേഴ്സണലി ചെയ്യുന്നതുകൊണ്ട്. ബാധ്യത വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണം. എനിക്ക് നൗഫലിനോട് ചോദിക്കും, വെളിച്ചെണ്ണ വ്യാപാര രംഗത്ത് ഏതാണ്ട് അരനൂറ്റാണ്ടിന് മേലെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് താങ്കളുടെ കുടുംബമാണ് ഒരു കാലത്ത് വെളിച്ചെണ്ണയുടെ വില നിശ്ചയിച്ചിരുന്നത് എന്ന് പോലും ഞാൻ കേട്ടിട്ടുണ്ട്. താങ്കളുടെ പൂർവികന്മാർ ഇന്ന് വെളിച്ചെണ്ണ തൊട്ടാൽ പൊള്ളുന്ന അവസ്ഥയിലെത്തിയിരിക്കുക. കേരം തിങ്ങും കേരള നാട്ടിൽ തീ വില കൊടുത്ത് വെളിച്ചെണ്ണ വാങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീ വിലയിലേക്ക് നമ്മൾ പോയത്? ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരാൾ നിങ്ങളായിരിക്കും ഒരു പക്ഷേ. അന്താരാഷ്ട്ര വിപണിയിൽ അനിയന്ത്രിതമായി വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യധാര രാജ്യങ്ങളായ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് ഒക്കെ കോക്കനട്ട് എക്സ്പോർട്ടിംഗ് ബാൻ ചെയ്തു. കോക്കനട്ട് പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കേണ്ട എന്നുള്ള തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള മെയിൻ എക്സ്പോർട്ടേഴ്സ് ഉൾപ്പെടെ നല്ല ഓർഡർ ലഭിക്കുകയും എക്സ്പോർട്സിന് വിപണി സാധ്യത കൂടിയപ്പോൾ കണ്ടമാനം പ്രോഡക്ട്സ് എക്സ്പോർട്ട് മിഡിൽ ഈസ്റ്റിലും യൂറോപ്യൻ കൺട്രിയിലും പല ഭാഗങ്ങളിലേക്കും പോയി.
പണ്ടൊക്കെ ഈ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കൊളസ്ട്രോൾ വരുന്നുള്ള ഒരു ഭയാജനകമായ ഒരു ഇത് പരത്തിയിരുന്നു. വെളിച്ചെണ്ണയാണ് ആരോഗ്യകരമായ എണ്ണ എന്ന് പറഞ്ഞു. അത് ഇവിടെ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്ക ഒക്കെ ഈ ഇത് കണ്ടുപിടിച്ച് സയന്റിഫിക് ആയിട്ട് കണ്ടുപിടിച്ച അടിസ്ഥാനത്തിൽ നല്ലൊരു ക്വാണ്ടിറ്റി എക്സ്പോർട്ട് പോകാൻ വേണ്ടി തുടങ്ങി. അതിനേക്കാൾ ഉപരി ഇവിടെ കോക്കനട്ട്സ് അറിയാലോ, കേരളത്തിന്റെ അവസ്ഥ വെച്ചിട്ട് പറയാൻ പറ്റില്ല അല്ലെ. അതിന് അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതിപ്പോ ഇനി കേരം തെങ്ങെന്ന് പറയുന്നത് തമിഴ്നാട് തെങ്ങെന്ന് പറയേണ്ടി വരും. ആ ലെവലില് കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടാണുള്ളത്. തമിഴ്നാട്ടിലുള്ള ആളുകൾ ശാസ്ത്രീയമായിട്ട് തെങ്ങ് വളർത്താൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു കൈകൊണ്ട് വരെ തേങ്ങ പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരുടെ ആ ചെറിയ തെങ്ങ് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് അവർ ശാസ്ത്രീയമായി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴാണ് ഈ വീട്ടിൽ തെങ്ങ് മുറിക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആ രീതിയിലാണ് നമ്മൾ തെങ്ങ് മുറിക്കാൻ വെമ്പുന്നു, അവർ തെങ്ങ് നടാൻ മനസ്സിലാക്കും. അവര് ശരിക്കും ഒരു കൃഷി ആയിട്ട് അതിനെ കൊണ്ടുപോകുന്നുണ്ട്. അവര് വെളിച്ചെണ്ണ ഉപയോഗമാണെങ്കിൽ തമിഴ്നാട്ടില് ഈ കേരളത്തിൽ ഉപയോഗിക്കുന്നതിൽ 20% പോലും ഇല്ല എന്നാണ് എന്റെ അറിവ്. പക്ഷെ തെങ്ങിൽ ഏറ്റവും കൂടുതൽ ഇന്ന് നാളികേരം ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമായിട്ട് തമിഴ്നാട് വളർന്നിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവര് അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട്. നിങ്ങൾക്ക് തേങ്ങ വരുന്ന എവിടുന്ന ഏറ്റവും കൂടുതൽ? തേങ്ങ നമുക്ക് വരുന്നില്ല, നമ്മൾ കൊപ്രയായിട്ടാണ് എടുക്കുന്നത്. അതിന്റെ കാരണം പ്രോസസിംഗിന്റെ പ്രോഡക്റ്റ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് ഓഫ് വാല്യൂ ഇവിടെ വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. മാത്രമല്ല നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറും ഇവിടെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. 6 മാസം 7 മാസം മഴയാണ്. തമിഴ്നാട്ടില് 45 ഡിഗ്രിയിൽ വെയിൽ ലഭിക്കുന്നത് കൊണ്ട് വിറകോ അല്ലെങ്കിൽ മറ്റ് ഫയർവുഡ് ഒന്നും ഇല്ലാണ്ട് തന്നെ അത് ഉണക്കാൻ വേണ്ടി പറ്റും. വളരെ നല്ല രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഉണക്കിയെടുക്കാൻ വേണ്ടി കഴിയും. ഇവിടെ ഡ്രൈയിങ് യാർഡും സംഗതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇവിടുത്തെ നാളികേരം മുഴുവൻ ഒരു പക്ഷേ 90% നാളികേരവും ഈ തമിഴ്നാട്ടിലും പൗഡറിന് വേണ്ടിയിട്ട് കർണാടകത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്നുള്ള നാളികേരം അങ്ങോട്ട് പോകും. നമുക്കുള്ള നാളികേരം നമുക്കുള്ള കൊപ്രയായിട്ട് ഇങ്ങോട്ട്. ഇപ്പൊ അതിന്റെ വരവ് എങ്ങനെയാ? ഈ വില കൂടിയ കാലഘട്ടത്തിൽ അതിന്റെ വരവ് എങ്ങനെയാ? ഈ കോക്കനട്ട്സ് തേങ്ങ ഇവിടെ വല്ലാണ്ട് ഷോർട്ടായി പോയി, ലഭിക്കാൻ വന്നു. അപ്പോൾ സ്വാഭാവികമായും ഉള്ള പ്രോഡക്റ്റിന് അനിയന്ത്രിതമായ വില കൂടുകയാണ് സംഭവിച്ചത്. അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ഉണ്ടോ? തേങ്ങ ഉണ്ടായിരുന്നോ? അല്ല, അതിന്റെ ഒരു കാര്യം എന്താണെന്ന് അല്ല, വിദേശ ഇറക്കുമതി ഉണ്ടെങ്കിൽ അതിന്റെ അഗെയിൻസ്റ്റ് എക്സ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബാനഡ് ആണ്, അല്ലെങ്കിൽ 100% ഡ്യൂട്ടി കൊടുക്കണം. അതുകൊണ്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ തേങ്ങയുടെ ഉൽപ്പന്നങ്ങളോ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഡ്യൂട്ടി കൊടുക്കുക, അതല്ലെങ്കിൽ അഗെയിൻസ്റ്റ് എക്സ്പോർട്ട് ചെയ്യണം. ഇതിന് കണക്കായ സാധനം പ്രോസസ് ചെയ്തിട്ട് പുറത്തേക്ക് പോകണം. അത് നിയമമാണ്. അതെ അതെ. അതല്ലേ ഇതിന്റെ പ്രതിസന്ധിയെ ബാധിച്ചിട്ടുണ്ട്. അതും ഇപ്പൊ ഈ വില, ഈ തീവിലയിലേക്ക് സമീപകാലത്ത് വരാനുള്ള കാരണം അന്താരാഷ്ട്ര വിപണിയിൽ മാർക്കറ്റ് വല്ലാണ്ട് കൂടി. ഇവിടെ ഉൽപാദനം കുറഞ്ഞു. ഇവിടെ ഉൽപാദനം കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 50% മുകളിൽ ഉൽപാദനം കട്ടായി. അല്ല, അത് കാലാകാലമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണല്ലോ, ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം കൃഷിയിലേക്ക് ആരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. ഇപ്പൊ കേരളത്തിലെ മുമ്പ് കേരളമാണ് ഈ വിപണി നിയന്ത്രിച്ചിരുന്നത്. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വിപണി നിയന്ത്രിച്ചത് കേരളമാണ്. എവിടെ? ഓൾ ഓവർ ഇന്ത്യ, ഒരു പക്ഷെ ലോകം. പക്ഷെ ഇന്ന് അത് തമിഴ്നാട്ടിലേക്ക് ഒതുങ്ങി. അപ്പൊ ഇവിടെയുള്ള നാളികേരം ഉൽപാദനക്ഷമത കുറഞ്ഞു. സ്വാഭാവികമായും ഉള്ളതിനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട രീതിയിൽ ഇതേ റേറ്റ് തന്നെയായിരിക്കും തമിഴ്നാട്ടിലും വിലവർദ്ധനവ് ബാധിക്കുമോ? അത് ഏകദേശം അന്താരാഷ്ട്ര വിപണി മാച്ച് ചെയ്ത് വരുമ്പോൾ ഈ വിലവർദ്ധനവ് ഇതേപോലെ തുടരും. പെട്ടെന്ന് താഴാൻ സാധ്യതയില്ല. ഇപ്പൊ കുറച്ച് സമയം അവയിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഒരു 1-2 മാസം ഇതിനേക്കാൾ വില കൂടിക്കൂടായില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണല്ലേ? നമുക്ക് തിരിച്ചു വരാം. റിജ റമീൻ, പിന്നെ താങ്കൾ ഈ പറഞ്ഞ ആ പഴയ കാലത്ത് ഈ ലോണുകൾ ആദ്യം നിങ്ങൾ സ്വകാര്യ ബാങ്കുകളെ ആശ്രയിച്ചു. അതിനുശേഷം നമ്മളിത് എങ്ങനെയാണ്, അടുത്ത സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? ഇഷ്ടമുള്ള പണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ TV കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജ്. അടുത്ത സ്റ്റെപ്പിൽ ഞങ്ങൾ ആഗ്രഹിച്ച ഉപകരണം ഏതായിരുന്നു? AC ആണോ, വാട്ടർ ഹീറ്റർ ആണോ, വാഷിംഗ് മെഷീൻ? അതിനകത്ത് TVയും ഫ്രിഡ്ജും കഴിഞ്ഞാൽ പിന്നെ വാഷിംഗ് മെഷീനിലേക്കാണ്. ഈ വാഷിംഗ് മെഷീന്റെ കൾച്ചർ ഏത് കാലത്താണ് ശരിക്കും കൂടി വന്നത്? കാരണം എല്ലാ വീട്ടിലും അലക്കുകല്ലുണ്ടായിരുന്നു, എല്ലാ സ്ത്രീകളും അലക്കിയിരുന്നു, എല്ലാ വീട്ടിലും അമ്മി ഉണ്ടായിരുന്നു. ഇതിനെ മറികടന്ന് അമ്മിയുടെ സ്ഥാനത്തേക്ക് മിക്സിയും അലക്കുകല്ലിന്റെ സ്ഥാനത്തേക്ക് വാഷിംഗ് മെഷീനും വരുന്നത് ഏത് കാലത്താണ്? അതിന്റെ ട്രെൻഡ് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നു ആ കാലഘട്ടം നമ്മൾ വാഷിംഗ് മെഷീനിൽ കുറച്ചും കൂടി ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വാഷിംഗ് മെഷീൻ ഒന്നിലിട്ട് അലക്കി ഉണക്കി വരും, ഒന്നിലിട്ട് മറ്റേലിട്ട് ഉണക്കണം. ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവർക്ക് ഒരു വൃത്തിയുടെ പ്രശ്നമുണ്ട്. കേരള സമൂഹത്തിലുള്ള സ്ത്രീകൾ പൊതുവെ വൃത്തി കുറെ നമ്പർ 1 ആണ്. ഡെയിലി കുളിക്കുന്ന ഒരു സമൂഹം കേരളത്തിലെ സ്ത്രീകളുള്ളൂ എന്ന് തോന്നുന്നു അല്ലെ? പല രാജ്യത്തും അത് വലിയ പ്രശ്നമാണ്, ഡെയിലി കുളിയില്ലല്ലോ. അപ്പം വൃത്തിയുടെ പ്രശ്നം കൊണ്ട് കുറച്ച് ആൾക്കാർ മാറിയെന്നെങ്കിലും പിന്നെ അവരും
ഈ അലക്കുന്ന വൃത്തി ഈ വാഷിംഗ് മെഷീൻ കിട്ടൂല ചിന്തയുണ്ടായിരുന്നു. ആദ്യത്തെ വാഷിംഗ് മെഷീൻ എങ്ങനെയായിരുന്നു? സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. ആദ്യം ഒരു അലക്കൽ മാത്രമാണ്, ഉണങ്ങലുണ്ടായിരുന്നില്ല ആദ്യകാലത്ത്. അങ്ങനെയല്ല, ഞങ്ങൾ സ്റ്റാർട്ടിങ്ങില് വാഷിംഗ് മെഷീൻ അലക്കലും ഉണക്കലും ഉണ്ട്. ഒരു ടബില് വാഷ് ചെയ്യും, ഇപ്പറിട്ട് ഉണക്കും. ഇതാണ് ആദ്യത്തെ ഞങ്ങളുടെ സ്റ്റാർട്ടിങ്ങിലേ ഉള്ളത്. അതേ രണ്ട് പ്രോസസ്സും അതിനകത്ത് ഉണ്ടായിരുന്നു. രണ്ട് പ്രോസസ്സും ഉണ്ടായിരുന്നു. ഈ ടിവികൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കാലം നിങ്ങളുണ്ടോ? ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കാലം വരുമ്പോഴത്തേക്ക് കളറുണ്ട്. അന്നത്തെ കളറിന്റെ സ്വഭാവം എങ്ങനെയാ? ഇന്നത്തെ ഈ ഹൈടെക് സ്വഭാവമാണോ? വലിയ പെട്ടിയല്ലേ അന്ന്? പെട്ടി ടി വി ആയിരുന്നു. ബാക്കില് വലിയ പ്രൊജക്ടും ഒരു വലിയ ടി വി ആയിരുന്നു. അത് പിന്നെ സ്ലിമായി ഇപ്പം കാണുന്ന LCD ആയി, അതിൽ നിന്ന് LED ആയി, ഇപ്പം QLED. ഇപ്പം അത് നിർവചിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോയി. ശരി, നമുക്കൊന്ന് രാധയോട് ചോദിക്കാം. രാധ പറഞ്ഞല്ലോ ഈ പാവാട ചെറിയ ബ്ലൗസ് എല്ലാം തയ്ച്ച ആ കാലത്ത് നിന്ന് അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? അതായത് സങ്കല്പങ്ങളിൽ മലയാളികളിലുണ്ടായ മാറ്റം എന്തായിരുന്നു? വസ്ത്രസങ്കല്പങ്ങൾക്ക് മലയാളികൾക്കുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ, പണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ കാലത്ത് ഓണം എന്ന് പറയുന്ന സമയത്ത് ഓണക്കോടി എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ അന്ന് കൊടുത്തിരുന്നത് ചെറിയ, അത് ആൺ പെൺ ഭേദമില്ലാണ്ട് എല്ലാ കുട്ടികൾക്കും അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചിറ്റാട എന്നുള്ള ഒരു തുണിയാണ്. അന്ന് ആ ചിറ്റാട എന്ന് പറയുന്നത് ഒരു തോർത്തിന്റെ വലിപ്പം, അതിനൊരു അൺബ്ലീച്ച് ആയിട്ടുള്ള ഒരു തോർത്ത്, അതിനൊരു കസവ് കര. അപ്പൊ അത് കിട്ടാന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് അന്നൊരു ഉത്സവമാണ്. അപ്പൊ അച്ഛന്റെ കാലത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആ ഓണത്തിനേക്ക് അത് ചിറ്റാട ആണിനും പെണ്ണിനും എല്ലാവർക്കും കൊടുക്കുമ്പോൾ ആ തോർത്ത് പോകാൻ. പിന്നീട് കുറച്ചും കൂടി വലുതായി നമ്മളെയൊക്കെ ഒരു ഏജിലേക്ക് പോകുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന പോലെ പാവാടയും ബ്ലൗസും അങ്ങനത്തെ ആ ഒരു ഇതിലേക്ക് വന്നത്. അന്നും ഇന്നും ഒക്കെ ട്രെൻഡായിട്ട് പോകുന്ന ഒരു സംഭവമാണ് എന്താ മുണ്ടും നേരിയതും ഓണപ്പുടവ എന്ന് പറയുന്നത്. ഈ ഓണത്തിനുള്ള ഈ ഒരു കോടി, ഈ ചിറ്റാടയൊക്കെ ഒരു ഓണപ്പുടവ മാതിരി, അല്ലെങ്കിൽ ഓണപ്പുടവ മെയിനായിട്ട് മുണ്ടും നേരിയതും എന്നുള്ള ആ ഒരു വേഷമാണ്. മുണ്ടും നേരിയതും എന്ന് പറയുന്നത് കാലങ്ങളായിട്ട് ഒരു മലയാളി പെണ്ണ് എന്നുള്ള സങ്കല്പത്തിലോട്ട് പോകുമ്പോൾ മുണ്ടും നേരിയതും കൊടുത്ത് വേഷ്ടി മുണ്ടും, അതായത് ഒരു മുണ്ട് പിന്നെ ഒരു ചുറ്റുന്നില്ലേ വേഷ്ടിയായിട്ട്, അതിനാണ് പൊതുവെ മുണ്ടും നേരിയതും ഇന്നും നിലനിൽക്കുന്നത്. കാലങ്ങൾ എത്രയോ പോയി, പക്ഷെ ആ മുണ്ടും നേരിയതും എന്നുള്ള സങ്കല്പം ഇന്നും മാറിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു മലയാളി പെണ്ണെന്ന് ഞാൻ ആദ്യം പറയുന്ന പോലെ ആ ഒരു ചിന്തയിലേക്ക് പോകുമ്പോൾ ആരെ മനസ്സിലും പെട്ടെന്ന് ഒരു പുളിയിലക്കര മുണ്ട്, കരയുള്ള ഒരു മുണ്ട് ചുറ്റി ഒരു മുല്ലപ്പൂ ഇട്ട്, അതാണ് ഒരു സ്ത്രീത്വം, അതാണ് നമ്മളെ കാഴ്ചപ്പാട്. ഓണത്തിന് മെയിനായിട്ട് അത് അന്നും ഇന്നും ഒരുപോലെ കൊണ്ടു നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മലയാളികൾ കൊണ്ടു നടക്കുന്ന ഒരു വേഷമാണ് ഈ മുണ്ടും നേരിയത്. അപ്പം നമ്മള് അന്നത്തെ കാലം തൊട്ട് ഇന്ന് ന്യൂജൻ ചിന്താഗതിയിലേക്ക് വരുമ്പോൾ സ്ത്രീകളുടെ കാര്യത്തിലോ പുരുഷന്മാർക്ക് അന്നും ഇന്നും മുണ്ട്, ഈ വിശേഷങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ പാന്റിനെ ഒന്ന് അങ്ങോട്ടേക്ക് മാറ്റി വെക്കും. തൽക്കാലം ഒരു മുണ്ട്, ആ മുണ്ട് എന്നുള്ള കൾച്ചറിലോട്ട് വരുമ്പോൾ അതിനൊരു പ്രൗഢി, അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു ഇത് കീപ്പ് ചെയ്യുന്നു, നമ്മളെ കൾച്ചർ കീപ്പ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഇത്. പിന്നെ നമ്മളതിലേക്ക് കൊണ്ടുവരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ജെൻസിൻ്റെ കാര്യത്തിലാവുമ്പോൾ ഒരു മുണ്ടിട്ടാൽ അതിന് ഷർട്ട്സിലോ കുർത്തയിലോ ഉള്ള വൈവിധ്യങ്ങളാണ് ഇന്ന് വരുന്നത്. പക്ഷെ മുണ്ട് എപ്പോഴും ആ ഒരു മുണ്ടിൽ അത് മാറുന്നില്ല. അതുപോലെ തന്നെ മുണ്ടും നേരിയതും എന്ന് പറയുന്ന സ്ത്രീയുടെ സങ്കല്പം അന്നും ഇന്നും കീപ്പ് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ തീവില തുടരുന്നു തന്നെയാണ് നൗഫലിന്റെ ഒരു നിഗമനം. സ്വർണത്തിന്റെ വില ഉയർന്നു നിൽക്കുന്നത് പോലെ തന്നെ ഇനി വെളിച്ചെണ്ണ നമ്മൾ വാങ്ങണമെങ്കിൽ ഈ നിലക്ക് തന്നെ പോകേണ്ടി വരും, അല്ലേ? കേരം തിങ്ങും കേരള നാട്, ഗുഡ് ബൈ, അല്ലേ? ഇനി നോക്കണ്ട, അങ്ങനെ ഒരു കൾച്ചർ ഇല്ല നമുക്കിനി. ആ പാട്ടും മാറ്റി വെക്കാം, അല്ലേ? ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇനി വെളിച്ചെണ്ണ കിട്ടക്കനിയാവും, നല്ല വില കൊടുക്കേണ്ടി വരും. യെസ്, നാബ് എന്നൊരു ഹൈപ്പർ മാർക്കറ്റ് കൂത്തുപറമ്പ്, ഒരു വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ഒരു ഫീലാണ് ആ സ്ഥാപനത്തിലുള്ളത്. അങ്ങനെ ഒരു സ്ഥാപനം കൂത്തുപറമ്പ് നഗരത്തിൽ വരുമ്പോൾ ഈ പുതിയ ഓണക്കാലത്ത് നിങ്ങളതിനെ ഈ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുക, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? കൂത്തുപറമ്പ് പോലത്തെ ഒരു പട്ടണത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലധികം ആളുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു
വളരെ പ്രധാനപ്പെട്ട ഒരു അനുഭവം. ഉണ്ടായിരുന്നോ നാബ് തുടങ്ങുമ്പോൾ ആശങ്ക ഉണ്ടായിരുന്നോ? എന്താണ് കൂത്തുപറമ്പ്? കാരണം കൂത്തുപറമ്പ് ടൗണിൽ പ്രത്യേകിച്ച് നമുക്ക് വേറെ ബിസിനസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഒരു നല്ലൊരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളൊരു സ്വപ്ന പദ്ധതി പോലെ കൊണ്ടുവന്ന ഒരു സംഗതിയാണ്. അതും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. ജനങ്ങളെ ആദ്യത്തെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് ഒരു പക്ഷേ കേരളത്തിൽ വേറെ ഹൈപ്പർ മാർക്കറ്റ്. തീർച്ചയായും. അപ്പൊ അങ്ങനെ ജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ അവരതിനെ സ്വീകരിക്കുമെന്നൊരു വിശ്വാസത്തിന്റെ ഭാഗമായി തുടങ്ങിയതാണെങ്കിലും പിന്നീട് സർവ്വവിധ മേഖലകളിലെ ആളുകളും കൂത്തുപറമ്പിനെ ആശ്രയിക്കുന്നത് തലശ്ശേരിയേക്കാളും ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ നമ്മള് ഏത് സാധാരണക്കാരനാണെങ്കിലും ഏറ്റവും ഒരു പണക്കാരനായാലും ശരി, അവർക്ക് വേണ്ടുന്ന എല്ലാ ക്വാളിറ്റി ബ്രാൻഡുകളും നമ്മൾ അവിടെ വെച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു. അതും കൂടാതെ ഇന്ന് ജനം അഭിമുഖീകരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായ വിലക്കയറ്റമാണ്. അത് സർവ്വവിധ മേഖലകളിലും ഇപ്പോൾ വ്യാപിച്ചു കഴിഞ്ഞു, ഏത് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ മാക്സിമം ഈ ഉൽപാദനം എവിടെയാണോ അവിടെ നിന്ന് സാധനങ്ങൾ ശേഖരിച്ചു കൊണ്ട് നേരിട്ട് വാങ്ങി ഡയറക്ട്ലി ഈ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് സാധാരണക്കാരെ ഉൾപ്പെടുത്തി പരമാവധി വില കുറച്ചുകൊണ്ട്. ഇപ്പൊ നിങ്ങൾ ഏത് ഫ്ലയർ നമ്മൾ ഓരോ വീക്കിൽ എടുത്ത് നോക്കിയാൽ ഫ്ലയർ പരിപാടി എന്താ അതൊന്നും പറയുക. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങൾ UAE ഏറ്റവും കൂടുതൽ കാണാം ഫ്ലയർ നോക്കി സാധനങ്ങൾ വാങ്ങുന്ന ഒരു കൾച്ചർ ഈ UAE 7 എമിറേറ്റ്സിലും കാണുന്ന അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളിൽ കാണുന്ന ഒരു പ്രധാന പരിപാടിയാണ് ഫ്ലയർ നോക്കി എല്ലാ രാജ്യക്കാരും സാധനം വാങ്ങുക. അങ്ങനെ ഒരു കൾച്ചർ ഇവിടെ വന്നിട്ടുള്ളതാണ്. തീർച്ചയായും ഈ ഫ്ലയർ ഏകദേശം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവരെ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 7500ഓളം ആളുകളിലേക്ക് കൂത്തുപറമ്പ് പ്രദേശങ്ങളിലെ ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഈ ഫ്ലയർ. അതെ, ഈ ഫ്ലയർ എങ്ങനെ ഇവരിലേക്ക് നിങ്ങൾ സർക്കുലേറ്റ് ചെയ്യുന്നത്? അതാ പറഞ്ഞ നമ്മളെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെയാണ് കൊടുക്കുന്നത് 7000 പേരിലേക്ക്. ഏതൊക്കെ ആഴ്ചകളിലാണ് പ്രധാനമായിട്ട് ഓഫർ? ശനി ഞായർ. അത് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് സാധനം വാങ്ങാൻ സൗകര്യം വീക്കെൻഡ് ആണല്ലോ. ഈ ശനി ഞായർ ദിവസങ്ങളിൽ എപ്പോഴും ഓഫർ ഉണ്ടാവും. പക്ഷെ കൂടാണ്ട് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് തിങ്കളാഴ്ചയിലും ചൊവ്വാഴ്ച നമ്മൾ 1 ഡേ ഓഫർ വെച്ചുകൊണ്ട് പരമാവധി ആ സമയത്ത് ഒരു പക്ഷെ നമ്മൾ ബിലോ കോസ്റ്റിൽ വരെ സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് ഞങ്ങൾ ആകർഷിക്കപ്പെടുന്നത്. ചില ആളുകൾ ഇപ്പോ ഒരു മുട്ട എടുത്തു നോക്കിയാൽ 10 റുപ്യന്റെ വിപണിയിൽ മുട്ടയുള്ള സാധനം നമ്മൾ 2 റുപ്യക്ക് മുട്ട കൊടുത്തുകൊണ്ടും പാല് അത് മിൽമനേക്കാളും റേറ്റ് കുറച്ച് കൊടുത്തുകൊണ്ടും ഒക്കെ ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് നമ്മൾ ഏറ്റവും വില കുറച്ച് കൊടുക്കും. അത് എല്ലാ ശനി ഞായറും പ്രത്യേക പ്ലാനുകളുണ്ട്, ഇട ദിവസങ്ങളിലും അതും കൊടുക്കും. ശരി, നമുക്ക് തിരിച്ചു വരാം. എങ്ങനെയാണ് റമീൻ പേര് റിസ റമീൻ? ഓക്കെ, റിസ റമീൻ, ഈ നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ, ഓണക്കാലത്ത് നിങ്ങൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ബ്രാൻഡുകളെല്ലാം ഓണ്ടിട്ട, സോളിഡ് എയർ, വീഡിയോകോൺ, ഡയനോരാക്, ഇലക്ട്രോണിക്സ് ഒക്കെ മൺമറഞ്ഞു. ഇതിലൊന്നും ഇപ്പൊ നിലവിലില്ല. പുതിയ ബ്രാൻഡുകൾ ഏതൊക്കെയാണ്? ഇപ്പോ LG, സാംസങ്, വേൾപൂൾ, ഒരുപാട് പുതിയ കമ്പനീസ്. പണ്ട് നമുക്ക് എണ്ണിയാ തീരുന്ന ബ്രാൻഡുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു 5 പേരിൽ അല്ലെങ്കിൽ 10 ബ്രാൻഡ്, മാക്സിമം 5 ആണ് അന്നത്തെ നല്ല ബ്രാൻഡുകൾ. ഇന്ന് എത്ര ബ്രാൻഡ് ഉണ്ടെന്ന് പറയാൻ പറ്റും? ലൈനപ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പനീസ് ഉണ്ട് മാർക്കറ്റിൽ. അതില് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണ്ട് നീഡ് വന്നപ്പോ ഈ നീഡില് കമ്പനി നേരത്തെ എന്താ ചെയ്തതെന്ന് പറഞ്ഞാല് ഒരു ഓഫർ കൊടുക്കാന്ന് പറഞ്ഞാൽ അവർക്കൊരു വോൾ ക്ലോക്ക് അല്ലെങ്കിൽ ഒരു ഡിന്നർ സെറ്റ് കൊടുത്താൽ അവർ പഴയ കാലത്ത്. ഇന്ന് നേരെ നീഡിലേക്ക് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആണ് കസ്റ്റമർ നോക്കുന്നത്. അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റിന് ഒരു പ്രൊഡക്റ്റ് കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടം വാല്യൂ ആഡഡ് സർവീസും പിന്നെ നിങ്ങൾ കൊടുക്കുന്ന അഫോർഡബിലിറ്റി, അതാണ് EMI ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ കമ്പനിയും 0 ഇൻട്രസ്റ്റിൽ EMI ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. EMI ഫെസിലിറ്റി ഉപയോഗിക്കുമ്പോൾ MRP തരേണ്ടി വരും? വേണ്ട. നിങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ക്യാഷ് കൊടുത്ത് വാങ്ങുന്ന പ്രൊഡക്റ്റ് എത്ര പൈസക്കാണോ വാങ്ങുന്നത് അതേ പൈസക്ക് നിങ്ങൾക്ക് നോ കോസ്റ്റ് EMI പ്രൊഡക്റ്റ് നിങ്ങൾ കമ്പനി ടൈപ്പ് ഉണ്ട്. അതിലും ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ എല്ലാ ബ്രാൻഡും ക്യാഷ് ബാക്ക് കൂടെ തരുന്നുണ്ട്. ഇതിന്റെ കൂടെ EMIയുടെ കൂടെ നിങ്ങൾ ക്യാഷ് ബാക്ക് തരും. അതെങ്ങനെയാ പരിപാടി? അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ബ്രാൻഡും ബാങ്കും തമ്മിലുള്ള ടൈപ്പില് ഇപ്പൊ ICICI നിങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ LGയുടെ പ്രൊഡക്റ്റ് എടുക്കുന്നതാണെങ്കിൽ 15% ഞാൻ ചെയ്ത ഡിസ്കൗണ്ടിന് പുറമെ നിങ്ങൾക്ക് കാർഡിൽ കുറഞ്ഞു കിട്ടും. കൂടെ നിങ്ങൾക്ക് 9 മാസം 12 മാസം EMI കിട്ടും, ഈക്വൽ ഡിവൈഡ് ചെയ്തിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഫോർഡബിലിറ്റി കൊടുക്കുക കസ്റ്റമർക്ക്, അത് പർച്ചേസ് ചെയ്യാനുള്ള. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് കയ്യിലുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ഡിസ്കൗണ്ട് 10 മുതൽ 15% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അഡീഷണൽ ബാങ്ക് തരുന്നു. ബാങ്കിന് ബ്രാൻഡായിട്ടുള്ള ടൈപ്പാണ്.
ഭയങ്കര അത് ഗുണമാണ്. എല്ലാ ബാങ്കുകളും ചെയ്യുന്നുണ്ടോ? പ്രധാനപ്പെട്ട ബാങ്കുകളെല്ലാം ഇന്നുള്ള നാഷണലൈസ്ഡ് ബാങ്ക് എല്ലാം ചെയ്യുന്നുണ്ട്. ആ. അതിൽ സ്റ്റേറ്റ് ബാങ്ക്, ആക്സിസ് എടുത്തു പറയേണ്ട എല്ലാ എല്ലാ ബാങ്കും ചെയ്യുന്നുണ്ട്. എല്ലാ ബാങ്കും ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡിൽ ആ. ചില ബാങ്ക് ഡെബിറ്റ് കാർഡുകൾ ചെയ്യുന്നുണ്ട്. Debit ഡെബിറ്റ് card കാർഡിൽ ൽ ഇത്രയും use എമൗണ്ട് കിട്ടില്ല. ആ. ചില ബാങ്കിന്റെ ഡെബിറ്റ് കാർഡിൽ ഒരു 2000 3000 എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ഭയങ്കര 15,000 റുപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഒരു ഫ്രിഡ്ജ്. അതുകൊണ്ട് തന്നെ ആ. ഞങ്ങളുടെ സെയിൽ നോക്കുന്നതാണെങ്കിൽ ഇപ്പൊ ഈ 3 വർഷത്തിന് മുന്നേ ഉള്ള സെയിലും ഇപ്പോൾ നോക്കുന്നതാണെങ്കിൽ വലിയ പ്രൊഡക്ട്സ്, പ്രീമിയം പ്രൊഡക്ട്സ്, 400 ലിറ്ററിന് മുകളിലുള്ള ഫ്രിഡ്ജ്. ഈ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം എത്ര എമൗണ്ട് വരെ അവർ പ്രൊവൈഡ് ചെയ്യും? നിങ്ങളുടെ കാർഡിന്റെ ഇപ്പൊ 2 ലക്ഷം രൂപ, ഇപ്പൊ മിനിമം 2-3 ലക്ഷം രൂപ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ 2 ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ആ. നിങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കാം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇപ്പം 200% ജമ്പ് ചെയ്തിട്ടുണ്ട് ഈ പ്രീമിയം പ്രൊഡക്ട്സ് ആണ് സെയിൽ. നേരത്തെ നമ്മൾ 43 ടിവിയുടെ വാങ്ങുന്നാൽ ഇപ്പൊ 65 അബോവാണ് വാങ്ങുന്നത്. ടി വിയുടെ സെല്ലിംഗ് എവിടെ എത്തിക്കുന്നു? കാരണം ഇപ്പം ടി വി എന്ന് പറഞ്ഞ പല വീടുകളിലും ഉപയോഗിക്കാത്ത ഒരു സാധനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. അതിനോട് നിങ്ങളുടെ അഭിപ്രായം? അല്ല, ടിവിയുടെ ഒരു വീട്ടില് ടി വി നിർബന്ധം. കാരണം ഇന്ന് മേലെയും താഴെയും റൂമിലൊക്കെ ടി വി വെക്കുന്നുണ്ട്. ഈ കാഴ്ച ഉണ്ടോ എന്നുള്ളത്, കാരണം ന്യൂസ് ഒക്കെ ഞങ്ങൾ മൊബൈലിൽ കിട്ടുന്നത് കൊണ്ട് കാഴ്ച ഉണ്ടോ എന്നുള്ളതിലല്ല. പക്ഷെ ഇപ്പം അത് മാറി ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യുക എന്നുള്ള സിസ്റ്റത്തിലേക്ക് വന്നു. അത് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലൊന്ന് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾ ഒരു റൂം ഞങ്ങൾ ഹോം തിയേറ്റർ ആക്കി ചെയ്യും. അതൊക്കെയാണ് ഇപ്പോഴത്തെ. അതൊക്കെ എത്രയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി? എത്ര റേറ്റിലൊക്കെ? മിനിമം 5 lakhs ഓൺവേർഡ്സ് ആണ്. ഈ 5 ലക്ഷത്തിന് മുകളിലാണ് നിങ്ങൾ കാണിക്കുന്ന റൂം. കസ്റ്റമൈസ്ഡ് ആണല്ലോ. അവിടെ വന്ന് ഞങ്ങൾ നോക്കി അതിനൊരു എസ്റ്റിമേഷൻ തന്ന് ഇപ്പൊ എല്ലാവരും അതിലേക്കാണ് പോകുന്നത്. അപ്പൊ പുതിയ കാലത്തിന്റെ മാറ്റം വന്നിട്ടുണ്ട്. Yes, നമുക്ക് തിരിച്ചു വരാം. ഞങ്ങൾക്കൊരു ടി വി വേണം. ഓക്കെ, തിരിച്ചു വരാം. എങ്ങനെയാണ് രാധ പുതിയ ഓണക്കാലത്തെ ഈ വസ്ത്രത്തിന്റെ നിങ്ങളുടെ ഒരു പർച്ചേസും ഈ പറഞ്ഞ പോലെ നേരിതൊക്കെ അത് തന്നെ എല്ലാവരും വന്ന് വാങ്ങുന്നൊന്നുമില്ലല്ലോ. അത് ആ ദിവസത്തേക്ക് മാത്രമാണ്. ഓണക്കോടി, ഓണത്തിന് വാങ്ങുന്ന ഡ്രസ്സുകളുടെ ഒരു കൾച്ചർ എങ്ങനെയാണ്? ഓണത്തിന് പൊതുവെ സാധാരണയായിട്ട് ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. കൂടുതലും ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് എടുക്കാൻ. പക്ഷേ ഈ ട്രഡീഷന്റെ കൂടെ തന്നെ ഇന്നത്തെ ന്യൂജൻ കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് താല്പര്യം, ദേ ആർ എംബ്രേസിങ് മോഡേൺ സ്റ്റൈൽ ആൻഡ് ഗ്ലോബൽ ഫാഷൻ വിത്ത് ട്രഡീഷൻ. അപ്പൊ അത് കീപ്പ് ചെയ്യാനാണ് എപ്പോഴും. ഈ ഗ്ലോബൽ ലെവലിലുള്ള ഒരു വസ്ത്രസങ്കല്പമൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏത് ആംഗിളിലായിരിക്കും? ഇപ്പൊ ഈ ട്രഡീഷന്റെ കൂടെ അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഏത് ആംഗിളിലാണ് അതെല്ലാം? അതായത് ട്രഡീഷന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ഒരു ഈ പറയുന്ന പോലെ സെറ്റും സാരിയോ അല്ലെങ്കിൽ കേരള കസവ് സാരി, അതാണല്ലോ ഓണത്തിന്റെ സാധനമൊക്കെ ഇപ്പൊ എവിടുന്നാ വരുന്നത് കൂടുതലായിട്ടും? കസവിന്റെ ഇപ്പൊ കൂടുതലും നല്ല പ്യുവർ ജെറീസും കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവെ തമിഴ്നാട് ആ ഒരു ഏരിയയിൽ നിന്നാണ് കൂടുതലായിട്ട്. നമ്മളെ കസവ് സാരീസൊക്കെ കൂടുതലായിട്ടും ആ ഒരു സ്റ്റൈൽ തന്നെയാണ്. കാരണം തമിഴ്നാട് കൾച്ചറാണ് കൂടുതലായിട്ടും ഈ കസവ് എന്നുള്ള ചിന്താഗതി തന്നെ. അതെ അതെ അതെ. അപ്പം നമ്മള് ഇപ്പൊ കൂടുതലായിട്ടും ഈ ധാവണി പോലെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കൾച്ചറിൽ നിന്നാണ്. അപ്പൊ കൂടുതലായിട്ടും പ്യുവർ ജെറീസും കാര്യങ്ങളൊക്കെ ഈ കാഞ്ചീപുരം അങ്ങനത്തെ ആ ഒരു ഏരിയ അതൊക്കെയാണ്. അപ്പോൾ അതിൽ തന്നെ എന്ന് പറയുമ്പോൾ ഈ ഫാഷൻ ട്രെൻഡ് എങ്ങനെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡിനനുസരിച്ച് ബീഡ്സ് വർക്കും കാര്യങ്ങളും ഫാൻസി ആയിട്ടുള്ള ഓരോരോ ത്രെഡ് വർക്കും കാര്യങ്ങളും ഒക്കെ ഈ ട്രഡീഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് കൂടുതലും വിപണിയിൽ ഇറക്കുന്നത്. അതിനകത്ത് വില നിലവാരം ഒരു വിഷമമായി മാറുന്നുണ്ടോ? വില നിലവാരത്തെ കുറിച്ചുള്ള ആളുകളുടെ ഒരു കാഴ്ചപ്പാടെന്താണ്? ഇല്ല, ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പൊ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ട്രെൻഡാണ്. അപ്പൊ ഈ ട്രെൻഡിനനുസരിച്ച് കുട്ടികളിപ്പം ഒരു ഐറ്റം ചോദിച്ചു വരുന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ അത് മതി, നമ്മുടെ വീട്ടിലെ മുതിർന്നവർ പറയുന്നതിനനുസരിച്ചിട്ടല്ല അവർ ചെയ്യുന്നത്. ഇന്നത്തെ കുട്ടികൾ ഇന്ന് ഇൻസ്റ്റാ പേജസും കാര്യങ്ങളും ഒക്കെ അവർ ഫോളോ ചെയ്യുക കൂടുതലായിട്ട്. കാരണം ഇന്ന് ഒരു കുട്ടിയാണ് വീട്ടിൽ പറയുന്നത് അച്ഛൻ എനിക്ക് ഇന്നത് വേണം എന്നുള്ളത്. പണ്ട് അച്ഛനോ മക്കളോട് പറയാ എടുത്താൽ മതി. പക്ഷെ ഇന്ന് ഡിസിഷൻ മേക്കർ കുട്ടികളാണ്. കാരണം അവര് തീരുമാനിക്കുന്നത്. കാരണം നമ്മളിപ്പോ ഒരു ഷോപ്പിലേക്ക് വരുമ്പോ തന്നെ കാണുന്നുണ്ട് കുട്ടികള് അച്ഛനെ കൊണ്ട് അച്ഛൻ എനിക്ക് അത് വേണം. ആ ഒരു കുട്ടികൾ ആദ്യം റെഫറൻസ് പിക്കും കൊണ്ടാ വരുന്നത്. അപ്പൊ ആ ഒരു പിക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് അവരെ ചിന്താഗതികളും. അപ്പൊ അവിടെ അവർക്ക് വിലയെ പറ്റി ചിന്തിക്കുന്നതിന് വളരെ കുറവാണ് ആക്ച്വലി. കാരണം അവർക്ക് ആ ഒരു ട്രെൻഡ്
വിഷയമല്ല. കോളേജ് ക്യാമ്പസിലും അങ്ങനെയുള്ള കുട്ടികളുടെ കൂടെ നടക്കുമ്പോൾ നമ്മളൊന്ന് യുണീക്ക് ആവണം, നമ്മളൊന്ന് ട്രെൻഡി ആവണം എന്നുള്ള ചിന്താഗതിയിൽ ഈ ഒരു വിലയെ പറ്റി ചിന്തിക്കുന്നത് വളരെ റെയറാണ്. നമുക്ക് റിസ റമിൽ നിന്ന് തുടങ്ങാം. റിസ, നിങ്ങൾ ഭയങ്കര 50% ചില സാധനത്തിൽ ഡിസ്കൗണ്ട് വരുന്നു, ചിലതിൽ 60% വരുന്നു. ഇപ്പോൾ 1,15,000 രൂപ വിലയുള്ള ഒരു സാധനം 49,000 എഴുതിയിട്ടുണ്ട്. MRP 1,00,000, ബോക്സിൽ 1,15,000. MRP ഒരു വില പറയുമ്പോൾ 49,000, 59,000. ഇതെന്താണ് ഇതിൻ്റെ മെക്കാനിസം? പലപ്പോഴും ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്, ഇതെന്തുകൊണ്ട്, എങ്ങനെ? ഓക്കെ, ഞങ്ങളുടെ പർച്ചേസിങ് സ്റ്റൈല് മാറി. ഇപ്പോൾ നമ്മളൊരു സ്റ്റാൻഡ് അലോൺ കാറ്റഗറിയിൽ വരുന്ന സ്റ്റോറാണ്. സൗത്ത് ഇന്ത്യയിൽ നമ്പർ 1 പൊസിഷനിൽ ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ബ്രാഞ്ചസ് ഉണ്ട്? ഞങ്ങൾക്കിപ്പോൾ 6 ബ്രാഞ്ചസ്. എവിടെയൊക്കെയാണത്? കോഴിക്കോടുണ്ട്, വടകരയുണ്ട്, പഴയങ്ങാടിയുണ്ട്, കുറ്റ്യാടിയുണ്ട്, ദിക്ഷൻ കണ്ണൂരിലുണ്ട്, പിന്നെ നാവലിനകത്ത് ഞങ്ങൾക്കൊരു സ്റ്റോറുണ്ട്. മലബാർ മൊത്തം നിങ്ങളുടെ അണ്ടറിലാണ് ശരിക്കും പറഞ്ഞത്. വരുന്നുണ്ട് 3 മലബാർ മാത്രമാണോ നിങ്ങൾ എയിം ചെയ്യുന്നത്? മലബാറാണ് ഇപ്പം ഫോക്കസ്. ഈ പറഞ്ഞു വന്നതുപോലെ ഞങ്ങളിപ്പോൾ പർച്ചേസിങ് എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പം പഴയ പോലെ ക്വാണ്ടിറ്റി മാറി. ഇപ്പോൾ 10 പീസ് 20 പീസ് മാറി, കണ്ടെയ്നർ കണക്കാണ് ഇപ്പം ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ക്യാഷ് പർച്ചേസിംഗ് കൂടി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാൻഡ് അലോൺ കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത്രയും കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുത്താലും അത് വിറ്റ് പോകാനുള്ള ചാൻസ് സംവിധാനം മറ്റുള്ള കോമ്പറ്റീറ്ററിനെക്കാളും കൂടുതൽ കസ്റ്റമർ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 2,000 പീസ് 3,000 പീസ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പൈസ കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്. എവിടുത്തെ പ്രധാനമായിട്ട് നമ്മുടെ അത് ഞാൻ എന്റെ ചോദ്യമാണ്. 1,19 MRP ബോക്സിന്റെ പുറത്ത് ഈ ഓണത്തിന് ഞങ്ങൾ ചില കാറ്റഗറിക്ക് ചില പ്രൊഡക്ട്സിന് 75% കൊടുത്തിട്ടുണ്ട്. അയ്യോ, 1,70,000 TV 29,000 65 ഇഞ്ചസ് TV ഞങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അത്ര പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഈ പൈസക്ക് ഞങ്ങൾ സെൽ ഔട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത്. അപ്പൊ ശരിക്കും ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്താണെന്ന് ആലോചിച്ച് ഞെട്ടിപ്പോയി. ഇത് എവിടുന്ന പ്രധാനമായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്? കമ്പനി തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. നേരെ കണ്ടെയ്നർ വഴി. ഏതാണ് നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്? ഇപ്പൊ എല്ലാം മേക്ക് ഇൻ ഇന്ത്യ ആയതുകൊണ്ട് എല്ലാ ബ്രാൻഡിലും ഇന്ത്യയിൽ ഫാക്ടറി ഉണ്ട്. നോയിഡയിൽ ഫാക്ടറി ഉണ്ട്, ഈവൻ തമിഴ്നാട് ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ മേക്ക് ഇൻ ഇന്ത്യയിലായതുകൊണ്ട് എല്ലാം ഇവിടുന്നാണ് ഇപ്പൊ നമ്മൾ വാങ്ങുന്നത്. പഴയ പോലെ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നില്ല, ചൈനയെ ആശ്രയിക്കുന്നില്ല, എല്ലാം ഇവിടുന്നാണ് ഇപ്പൊ മേക്ക് ഇൻ ഇന്ത്യ. അത് സാധാരണക്കാരിലേക്ക് എത്തേണ്ട ഒരു സന്ദേശമാണ് അല്ലെ? എല്ലാ പ്രൊഡക്റ്റും ഇവിടെയാണ്. വിദേശ ബ്രാൻഡുകളോ? എല്ലാ ബ്രാൻഡുകളും. ഇപ്പൊ ഓജനൽ എന്ന് പറയുന്ന AC ഇവിടെ ഫാക്ടറി ഉണ്ട്, ചെന്നൈയിലും ഫാക്ടറി. ഇപ്പൊ ഏറ്റവും ജനപ്രിയ ബ്രാൻഡുകൾ ഏതൊക്കെയാണ്? ഇപ്പൊ LG, ഒബ്വിയസ്ലി LG, സാംസങ്, പിന്നെ ഒരു ചൈന പ്രോഡക്റ്റ് ഉണ്ട്, പക്ഷെ ഇന്ത്യൻ ഫാക്ടറിയിൽ വരുന്നതാണ് ഹെയർ. അതൊക്കെ ഭയങ്കര സെയിലാണ്. മോഹൻലാലാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡർ. അത് ലോയിഡ് നേരത്തെ ലോയിഡ് എവിടുന്നാണ് ഹാവൽസ് അവർ ടേക്ക് ഓവർ ചെയ്തു. അതിനുശേഷം അതും എല്ലാം ഇന്ത്യയിൽ തന്നെ വരുന്നത്. അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഇത്രയും ബൾക്കായിട്ട് വാങ്ങുന്നതുകൊണ്ടാണ് തന്നെ കമ്പനി, ഞാൻ പറഞ്ഞല്ലോ, കമ്പനി ഞങ്ങൾക്ക് കസ്റ്റമർ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കമ്പനി ഞങ്ങൾക്ക് ഒരുപാട് അഡീഷണൽ സപ്പോർട്ട് തരും. അതൊക്കെ ഞങ്ങൾ കസ്റ്റമർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് സെല്ലോട്ട് കൂടുന്നത്. സെല്ലോട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്ക് പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടുന്നത്. വായ്പാ സംവിധാനങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാ ബാങ്കും ഒരു പൈസ ഇല്ലാതെ വരാൻ സാധനം എടുത്തിട്ട് പോകും. എന്താ ഡോക്യുമെന്റ് തരേണ്ടത്? ഒന്നും വേണ്ട, നിങ്ങളുടെ സിബിൽ സ്കോർ ചെക്ക് ചെയ്യും. സിബിൽ സ്കോർ ഇല്ലാത്തവരെന്ത് ചെയ്യും? സിബിൽ സ്കോർ കുറവാണെങ്കിൽ അല്ല, സിബിൽ സ്കോറേ ഇല്ല. ഒരു ഇപ്പോഴും ഗ്രാമങ്ങളില് ഈ സിബിൽ സ്കോർ നോക്കാത്ത സാധാരണക്കാരെ സഹകരണ ബാങ്കുകളിൽ ഇടപാട് നടത്തുന്ന മനുഷ്യരുണ്ട്. കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് സഹകരണ സംഘങ്ങൾ. ഈ സഹകരണ സംഘങ്ങളായിട്ട് ഇടപാട് നടത്തുക, അവിടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുക. ഈ സിബിൽ സ്കോറിന്റെ പരിധിയിലൊന്നും വരാത്ത തീർത്തും സാധാരണക്കാരായ മനുഷ്യർ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ എന്താണ് ചെയ്യുക? അവിടെയാണ് 0 സിബിൽ സ്കോർ ഉള്ള കസ്റ്റമർക്ക് കമ്പനി ഒരു 50,000 പ്രീ അപ്രൂവ്ഡ് ചെയ്യും. 0. നേരെ മറിച്ച് സിബിൽ സ്കോർ കുറഞ്ഞ ആൾക്കാരുണ്ടാവും, 500, 600, അവർക്ക് പ്രൊവൈഡ് ചെയ്യില്ല. കാരണം എന്താ പറയുക, സിബിൽ സ്കോർ കുറയാൻ കാരണം നേരത്തെ ലൈബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ഒരു സിബിൽ സ്കോറും ഇല്ല, അവന് നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ടും ഇല്ല. 0 ആണെങ്കിൽ അവർക്ക് കമ്പനി 30,000 to 50,000 പ്രീ അപ്രൂവ് ചെയ്യും. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ റിക്കവർ ചെയ്യുക? അത് ഞങ്ങൾ കൊടുത്ത്, അതായത് ബാങ്ക് ഒരുപാട് പഠിച്ചിട്ട് ചെയ്യുന്നതാണല്ലോ. ഈ കിട്ടാക്കുറ്റി ഒത്തിരി അല്ല, കിട്ടാക്കുറ്റി വന്ന് കിണിയാറുണ്ടോ നിങ്ങളുടെ വിപണിയിൽ?
ഓബ്വിയസ്ലി ഉണ്ടാവാം. എത്ര പെർസെന്റേജ് ഉണ്ടാവും? കാരണം അതിന് ഒരു റിക്കവറി സെക്ഷൻ ഉണ്ട്. അതിൽ ബാങ്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പണി നിങ്ങൾക്കില്ല, നിങ്ങൾ കച്ചവടം മാത്രം ചെയ്താൽ മതി. ഉണ്ടായിട്ടില്ല. ഈ ഇലക്ട്രോണിക്സിൽ 2 മിനിറ്റ് എടുക്കുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട വിപണി ആയതുകൊണ്ടാണ്. നിങ്ങൾ സ്കോറിന്റെ വിഷയം എന്താ പറയുക, സിബിൽ സ്കോർ കുറയുന്നത് കൊണ്ട് അത് ഇന്ന് എല്ലാവരും അവയർനെസ് ഉണ്ട്. അതുകൊണ്ട് അവർ നേരെ ഇത് വേഗം സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കും. കാരണം അദ്ദേഹത്തിന് വേറൊരു ലോൺ കിട്ടില്ല, ഇത് സെറ്റിൽ ചെയ്തിട്ട്. ഈ എത്ര പെർസെന്റേജ് ലോണിലൂടെ സാധനം വാങ്ങുന്നുണ്ട്? 0 ഡൗൺ പേയ്മെന്റ് ആണ് ഇപ്പൊ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 2 ലക്ഷം രൂപയുടെ മൊബൈൽ നിങ്ങൾ എടുക്കുമ്പോൾ 24 മാസത്തേക്ക് ഫൈനാൻസും തരും. നിങ്ങൾ ആദ്യം അടക്കേണ്ടത് ഒരു ചെറിയ സർവീസ് ചാർജ് ഉണ്ടാവും, 500, 2500. അത് അടച്ച് നിങ്ങൾക്ക് ആ 2 ലക്ഷം രൂപയുടെ ഫോൺ എടുത്തിട്ട് പോവാം. ഇതിന്റെ എനിക്ക് തോന്നുന്നു ഫിനാൻസ് ഭാഗമായിട്ട് ബാങ്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിക്ഷാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അത് എത്ര ശതമാനം ബിസിനസ് അങ്ങനെ? ഞാൻ ഇപ്പൊ 100 പേര് വാങ്ങുന്നതിൽ 100 പേരിൽ എത്ര പെർസെന്റേജ് ബാങ്ക് പെനിട്രേഷൻ റേഷ്യോ കൂടിയിട്ടുണ്ട്? എത്ര പെർസെന്റേജ് വരുന്നുണ്ട്? നേരത്തെ ഞങ്ങൾ ഒരു 20% ആയിരുന്നു, ഒരു 10 to 15% ആയിരുന്നു ഏർലി 20s. ഇപ്പൊ അത് 30 to 40% ഫിനാൻസ് കസ്റ്റമർ കൂടിയിട്ടുണ്ട്. എങ്ങനെയാണ് നൗഫൽ ഇതിനെ കാണുന്നത്? നിങ്ങളിപ്പോൾ ആദ്യമായിട്ടല്ലേ ഓണത്തെ വരവേൽക്കാൻ പോകുന്നത്? നമ്മുടെ ഒരു ദേശീയ ഉത്സവം, വലിയ ജനത്തിരക്കുള്ള ആ ഒന്നാം ഓണം മുതൽ തിരുവോണം വരെ അല്ലെങ്കിൽ നടക്കുന്ന ആ ഒരു ഉത്രാടപ്പാച്ചിലൊക്കെ അതിനകത്തുണ്ടല്ലോ. ആ കാലഘട്ടം എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഇപ്പം തന്നെ നല്ല തിരക്കുണ്ട് കടയിൽ. അതിനെ നേരിടാൻ നിങ്ങൾ ചെയ്തിട്ടുള്ള ഓണത്തെ വരവേൽക്കാൻ നിങ്ങൾ പുതിയ സംരംഭകർ എന്ന നിലക്ക്, പുതിയ സംരംഭകരാണ്, അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ വേറെ പ്രേക്ഷകർ നെസ്റ്റോയെ വിളിച്ചൂടെ, ലുലുവിനെ വിളിച്ചൂടെ, അവരെയൊക്കെ വിളിക്കുന്നതിന് വരെ പുതിയൊരു സംരംഭകൻ കൂത്തുപറമ്പ് നഗരത്തിൽ ഇത്രയും നല്ലൊരു പ്രൊജക്ട് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ഓണത്തെ വരവേൽക്കാൻ നിങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഈ പറഞ്ഞതുപോലെ മുഴുവൻ സാധനങ്ങളും ഓണം വിപണിയെ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് നമുക്ക് വേണ്ടുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, അത് ഏത് തലത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും വേണ്ടുന്ന മുഴുവൻ സാധനം ഞങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. ഓൾറെഡി തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? ടൈം ഹവേഴ്സിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? കാരണം ഇത്രയും കസ്റ്റമേഴ്സിനെ ഇനി സ്വീകരിക്കണമല്ലോ. അല്ല, ഏകദേശം രാത്രി 10 മണി വരെ ഞങ്ങൾ ടൈം വെക്കുന്നെങ്കിലും ഇപ്പൊ ഓണം അനുബന്ധിച്ചിട്ട് രാത്രി 10:30, 11 മണിയൊക്കെ ആകുന്നുണ്ട്. ഇപ്പൊ തന്നെ ഓൾറെഡി ആളുകൾ അതിലേക്ക് വന്നിട്ടുണ്ട്. 11 മണിയൊക്കെ രാത്രി പർച്ചേസിന് ഒരു കൾച്ചർ വന്നിട്ടുണ്ട്, ഒരു പരിധി വരെ വന്നിട്ടുണ്ട്. ഈ ഹോം ഡെലിവറി ഒക്കെ എങ്ങനെയാണ്? ഞങ്ങളുടേതായ വെഹിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളിലേക്ക് സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മിനിറ്റ്, നിങ്ങളുടെ ഈ ഡെലിവറി പോയിന്റുകൾ എങ്ങനെയാണ് കൃത്യമായിട്ട്? എത്ര ടൈം എടുക്കുന്നുണ്ട് നിങ്ങളുടെ ഡെലിവറി? സൗത്ത് ഇന്ത്യ മുഴുവൻ ഫ്രീ ഹോം ഡെലിവറിയാണ്. കേരളത്തിന് പുറത്ത് ഞങ്ങൾ 3 days പറയുന്നത്. ഇവിടെ മാത്രമേ ഫ്രീ ഉള്ളൂ. നിങ്ങൾക്ക് കേരളത്തിൽ പുറത്ത് കസ്റ്റമർ ഉണ്ടോ? ശരി, സൗത്ത് ഇന്ത്യ മുഴുവൻ നമ്മൾ ഫ്രീ ഡെലിവറി. സൗത്ത് ഇന്ത്യ മുഴുവൻ കസ്റ്റമർ ഉണ്ടോ? ശരിക്കും എവിടെ വരെ കസ്റ്റമർ ഉണ്ട്? ഇപ്പോൾ ഇ-കൊമേഴ്സും കൂടി ഉള്ളതുകൊണ്ട് ഇപ്പൊ ലാസ്റ്റ് വീക്കിൽ ജമ്മുവില് ഞങ്ങൾ സപ്ലൈ ചെയ്തു. ജമ്മു കാശ്മീർ വരെ സപ്ലൈ ചെയ്തു. ഞങ്ങൾക്ക് ഇ-കൊമേഴ്സ് നമ്മൾ കുറച്ച് സ്ട്രോങ് ഓൺലൈൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അത് ആമസോൺ അല്ല, നിങ്ങളുടെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് അതിനകത്ത് പോകാൻ പറ്റും. മാത്രമല്ല ഇതിൽ ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാല് നമ്മള് ഒരു ലക്കി ഡ്രോ ഞാൻ പറഞ്ഞ ഓഫർ എന്താണ്? 75% ഒരു ഓഫർ ഉണ്ട്. എത്ര? 75 up to 75% വരെ പല കാറ്റഗറിക്ക് ഓഫർ ഉണ്ട്. അതിന് പുറമെ ഒരു കൂപ്പൺ ഉണ്ട്. കസ്റ്റമർക്ക് 1000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിയ ഒരു കൂപ്പൺ കിട്ടും. ഈ കൂപ്പണിലൂടെ നിങ്ങൾക്ക് ഇന്നത്തെ ഏറ്റവും ട്രെൻഡ് ആയിട്ടുള്ള BE6 എന്ന് പറയുന്ന ഇലക്ട്രോണിക് വെഹിക്കിൾ ബമ്പർ പ്രൈസ് ആയിട്ട് 2 ഹാർലി ഡേവിഡ്സൺ ബൈക്ക് കൊടുക്കും. എനിക്ക് വയ്യ. 4 ആദർ റിറ്റ്സ സ്കൂട്ടർ കൊടുക്കും. ലാസ്റ്റ് ഇയറിന്റെ ഞങ്ങള് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പൊ 12-ാം തീയതി വെച്ചിട്ടുണ്ട്. അത് ഒരു സ്കോഡ കൊഷാക്കും പിന്നെ 2 BMW ബൈക്കായിരുന്നു. അത് 12-ാം തീയതി കോഴിക്കോട് വെച്ച് കൊടുക്കാൻ പോവാണ്. ഓഫർ ഉണ്ടോ നൗഫലെ? ഞങ്ങൾ പ്രോത്സാഹന സമ്മാനമായി ചെയ്തു കൊടുക്കുന്നത് മാത്രമല്ല, നമുക്ക് അതിനേക്കാൾ ഉപരി ആൾക്കാർ സാധനം വാങ്ങുന്ന വാല്യൂ ഇപ്പൊ 1000 രൂപയ്ക്ക് വാങ്ങുകയാണെങ്കിൽ ഇത്ര % വെച്ചിട്ട് ഞങ്ങൾ അവർക്ക് പകരം ഡിസ്കൗണ്ട് റേറ്റ് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ ഒരു ബമ്പർ ഓഫർ എന്നുള്ള നിലയില്ല, അതൊരു നിത്യോപയോഗ സാധനമാണല്ലോ. അപ്പൊ അതിന് ആൾക്കാരെ എന്ത് വാങ്ങിയാലും 1000-ന് വാങ്ങിയാലും 10,000-ന് വാങ്ങി നമ്മൾ പ്രിവിലേജ് കാർഡ് വഴി പോയിന്റ് കൊടുക്കുക ചെയ്യുന്നത്. ആ പ്രിവിലേജ് കാർഡ് എന്താണ് പോയിന്റ് അത് റെഡീം ചെയ്തിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ വീണ്ടും നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുക. നമുക്ക് സമയം തീരുകയാണ്. രാധ, എന്താണ് ഓണക്കാല തയ്യാറെടുപ്പുകൾ ലുലൂസിൽ നിങ്ങൾ കാണുന്നത്? കഴിഞ്ഞ 25 വർഷങ്ങളായി മലബാറിൻ്റെ വസ്ത്രസങ്കല്പത്തെ അതേപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ലുലു സാരീസ് എന്നും നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിനും എല്ലാ തരക്കാരുടെയും വസ്ത്രസങ്കല്പങ്ങൾക്ക് ചാരുതയേകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ലുലു സാരീസിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ട്രെൻഡി കളക്ഷൻസ് ആയാലും ട്രഡീഷണൽ ഡ്രസ്സസ് ആയാലും ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ റേഞ്ചിലുള്ള ഡ്രസ്സസും ഇപ്പോൾ ഞങ്ങൾ
വന്നുകൊണ്ടിരിക്കുന്ന വിപണിയിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കസ്റ്റമേഴ്സിന് കൂടുതൽ ആനുകൂല്യങ്ങളും ഓഫേഴ്സും കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലും ഞാനീ പറയണ പോലെ ന്യൂജൻ ചിന്താഗതിക്ക്, അതായത് പണ്ടത്തെ പോലെ ഒരു ദിവസമോ 2 ദിവസമോ അല്ല, ഉള്ള എല്ലാ ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളും ആഘോഷങ്ങളാക്കി മാറ്റുന്ന മലയാളികൾക്ക് അവരുടെ മനസ്സിന് എപ്പോഴും അത്രയും ട്രെൻഡി കളക്ഷൻസ് കൊണ്ടുവരാനുള്ള എല്ലാ ഇതും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. യെസ്, നമ്മുടെ സമയം തീരുകയാണ്. പ്രേക്ഷകരെ, ഈ ഓണ വിപണി നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു കാലം, ഒരു പഴയ കാലം ഓർമ്മ എപ്പോഴും മനുഷ്യൻ ഉണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് പഴയ കാലത്ത് നിന്ന് തുടങ്ങിയത്. നമ്മൾ വലിയ പട്ടിണിയും പരിവട്ടമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം കടന്നാണ് ഇന്നത്തെ സമ്പൽ സമൃദ്ധിയിലേക്ക് നമ്മൾ എത്തിയത്. കാരണം അത്രയേറെ ദുരിതപൂർണമായ ഒരു അധ്യായം നമ്മുടെയൊക്കെ പൂർവികർ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകളോട് ചോദിച്ചാൽ അവർക്കും ആ ദാരിദ്ര്യത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കഥകൾ പറയാനുണ്ടാവും. ഇന്ന് നമ്മളൊക്കെ വലിയ സമൃദ്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. രാധ പറഞ്ഞതുപോലെ വസ്ത്രം വാങ്ങാൻ വരുമ്പോൾ ബില്ല് അവർക്കൊരു പ്രശ്നമല്ല. അവരുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതെടുക്കാൻ പാകത്തിന് നമ്മൾ സമൃദ്ധിയിലായി കഴിഞ്ഞു. റമി പറഞ്ഞതുപോലെ നിങ്ങളവിടെ ചെന്നാൽ മതി, സാധനം നിങ്ങൾക്ക് റെഡിയാണ്. നിങ്ങളുടെ കയ്യിൽ പണം വേണ്ട. പണ്ട് പണമുണ്ടായാൽ വലിയൊരു ആഘോഷം പോലെ നമ്മൾ ഇതൊക്കെ വാങ്ങാൻ പോയിരുന്നു. അതുപോലെ നൗഫൽ പറയുന്നത് ഏറ്റവും വില കുറഞ്ഞ നിരക്കിൽ ഈ സാധനങ്ങൾ നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശൃംഖലകളും പ്രവർത്തിക്കുന്നു. വലിയൊരു സന്ദേശമാണ്, വലിയ ആഘോഷമാണ് കടന്നു വരുന്നത്. ഈ ആഘോഷം നമുക്ക് നന്നായി, കഴിഞ്ഞ തവണ ഓണത്തിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്ക് ചൂരൽമല, മടിക്ക, അവിടുത്തെ ദുരന്തങ്ങൾ, വയനാട് ദുരന്തം നമ്മുടെ വലിയ സങ്കടത്തിലാഴ്ത്തിയ സമയത്താണ് ഓണം കടന്നു വന്നത്. നമുക്കൊരാഘോഷം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. ഇത്തവണ അങ്ങനെയല്ല, നമ്മൾ അടിച്ച് പൊളിക്കുകയാണ്. ചൂരൽമലയിലും മുണ്ടക്കയിലൊക്കെ സർക്കാർ വീടുകൾ നൽകുന്നു. അവരും ആഘോഷത്തിമിർപ്പിലാണ്. നമുക്കും ആഘോഷിക്കാം ഈ ഓണം സമ്പൽ സമൃദ്ധിയിൽ തന്നെ. നേർരേഖയിലെ പ്രേക്ഷകർക്കും ഒപ്പം നിങ്ങൾ 3 പേർക്കും നേർരേഖയുടെ നന്ദി, നമസ്കാരം.